ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഡിക്രിയും ജഡ്ജ്മെൻറ്റും നമ്മൾ കേട്ടു അല്ലേ. അപ്പോൾ ഡിക്രി എന്താണ്, ജഡ്ജ്മെൻറ്റ് എന്താണെന്ന് കേട്ട് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഒരു പോയിൻ്റാണ് ഓർഡർ. ഓർഡർ എന്താണ്? ഇപ്പോൾ കോടതി ഓർഡർ ഇടുന്നു എന്ന് പറയത്തില്ലേ, അപ്പോൾ ഇതെന്താണ് ഈ ഓർഡർ എന്ന് നമുക്ക് ഡൗട്ടുണ്ട് അല്ലേ. ഓർഡർ എന്ന് പറയുമ്പം ആൻ എക്സ്പ്രഷൻ ഓഫ് എ സിവിൽ കോഡ് വിച്ച് ഈസ് നോട്ട് എ ഡിക്രി, ദ ഡിക്രി ഒറിജിനേറ്റ്സ് ഔട്ട് ഓഫ് ആൻ അഡ്ജുഡിക്കേഷൻ. അപ്പം ഡിക്രി ഈ എക്സ്പ്രഷൻ ഓഫ് എ സിവിൽ കോഡിൻ്റെ എക്സ്പ്രഷൻ തന്നെയാണ് ഓർഡർ, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എ ഡിക്രി. ഡിക്രി അല്ല, ഡിക്രി ഒറിജിനേറ്റ്സ് ഔട്ട് ഓഫ് ആൻ അഡ്ജുഡിക്കേഷൻ. ആ ഒരു അഡ്ജുഡിക്കേഷൻ്റെ അവസാനമായിട്ടാണ് ഡിക്രി പാസ്സാക്കുന്നത്. ഓർഡേഴ്സ് എന്നെങ്ങനെയാണ് ഇൻ്ററിം ആപ്ലിക്കേഷനകത്ത് പാസ്സാക്കുന്നതാണ് ഓർഡർ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ഇൻ്ററിം ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കമ്മീഷൻ ആപ്ലിക്കേഷൻ ഇടുന്നു, ഒരു ഇൻജങ്ഷൻ ആപ്ലിക്കേഷൻ ഇടുന്നു, ഒരു അറ്റാച്ച്മെൻറ്റ് ഇടുന്നു, ഇതെല്ലാം നമ്മളെന്താണ് ഇൻ്റർലൊക്യൂട്ടറി ആപ്ലിക്കേഷൻസ് ആണ്. അതിനെ IAs എന്ന് പറയപ്പെടുന്നത്. ഈ IAM മേൽ ഇടുന്ന ഓർഡേഴ്സ് ആണ്. IAM മേൽ ഒരു ഉത്തരവ് തരുന്നതിനെയാണ് നമ്മൾ